ഡോക്ടർ, കുട്ടി പേഷ്യന്റിന്റെ മകളാണ്. മേജർ അറ്റാക്ക് ആണ്. ഹാർട്ട് ബ്ലോക്ക് പേഷ്യന്റ് ആയതുകൊണ്ട് തന്നെ അല്പം സീരിയസ് ആണ്. പേടിക്കാനൊന്നുമില്ല. ഒരു മേജർ സർജറി വേണ്ടി വരും. ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലെന്നറിയാലോ. എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റണം. എത്രയും പെട്ടെന്ന്. ഡോക്ടർ പറഞ്ഞ അത്രയും ഇടിമുഴക്കം കണക്കെയാണ് വൈശുവിന്റെ ചെവിയിൽ പതിച്ചത്. പെയ്യാനൊഴുകുന്ന കണ്ണുനീരിനെ നിയന്ത്രിച്ചുകൊണ്ട് അവൾ ഡോക്ടറോടായി എന്തോ പറയാനൊരുങ്ങിയതും അന്നേരം അയാളെ നേഴ്സ് വന്ന് വിളിച്ചതും ഡോക്ടർ അങ്ങോട്ട് പോയി. വൈശു ഓർന്നു വീഴാതിരിക്കാൻ ചുവലിലേക്ക് ചാരി നിന്നതും കണ്ണിനെ നിയന്ത്രണമില്ലാതെ ഒഴുകവേ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞത് ഓർമ്മയിൽ വന്നതും അവൾ മറുത്തൊന്നും ചിന്തിക്കാതെ അതിനായി ഓടി. അടുത്ത 1 മണിക്കൂറിനുള്ളിൽ വൈശു അമ്മയും കൊണ്ട് ആംബുലൻസിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തി. മേലെടുത്ത് ഹോസ്പിറ്റൽ എന്നെഴുതിയ വലിയ ഹോസ്പിറ്റലിനുള്ളിലേക്ക് സ്ട്രെച്ചറിൽ അമ്മയെ കിടത്തിക്കൊണ്ട് വൈശു വേഗത്തിൽ പോയി. അമ്മയെ ഐസിയുവിലേക്ക് കയറ്റുന്നതിന് പിന്നാലെ അവൾക്ക് മുന്നേ ഡോർ അടഞ്ഞത് നിറക്കണ്ണാലെ അവൾ ഡോറിലേക്ക് നോക്കി പതിയെ പിന്നിലേക്ക് ചാരി നിന്നു. കണ്ണടച്ചതും അവസാനമായി നെഞ്ചിൽ പിടിച്ച് വേദനയോടെയുള്ള അമ്മയുടെ മുഖം തെളിഞ്ഞു വന്നതും അവൾ മുഖംപൊത്തി കരഞ്ഞുപോയി. ഇതിനിടയിൽ ഡോക്ടർമാരും നഴ്സുമാരും മാറി മാറി പോകുന്നതും ഇറങ്ങുന്നതുമെല്ലാം അവൾ അറിഞ്ഞെങ്കിലും കണ്ണു തുറക്കാതെ അവൾ ചുവരിലോട് ചാരി നിന്നു. മനസ്സിൽ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മയ്ക്കൊന്നും വരുത്തരുതേ എന്ന്. ഒരിറ്റ് ജീവനോടെങ്കിലും തിരിച്ചു തന്നേക്കണമെന്ന് കൃഷ്ണനോട് അവൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരനായ ഡോക്ടർ പുറത്തേക്ക് വന്നു. എക്സ്ക്യൂസ് മീ. ശബ്ദം കേട്ടതും വൈശു ഞെട്ടലോടെ കണ്ണു തുറന്ന് അവന്റെ അടുത്തേക്ക് പോയി. പേഷ്യന്റിന്റെ കൂടെ വന്ന ആളാണോ? അതെ, എന്റെ അമ്മയാണ്. എന്താ ഡോക്ടർ? കുട്ടി ഒന്ന് വരൂ. അത്രമാത്രം പറഞ്ഞു ഡോക്ടർ ഒരു റൂമിലേക്ക് കയറിപ്പോയതും വൈശു നെഞ്ചിടിപ്പോടെ ഒന്ന് നിന്ന് അയാളുടെ പിന്നാലെ പോയി. ഡോക്ടർ ആൽബി മാത്യു, കാർഡിയോളജിസ്റ്റ് MBBS MD എന്ന പേരെഴുതിയ ബോർഡിന് മുന്നിലായി വൈശു ഇരുന്നു. ഡോക്ടർ ആൽബിൻ സംസാരത്തിനൊരുങ്ങും വിധം ടേബിളിലേക്ക് 2 കൈയും വെച്ചു. എന്താ പറയുന്നതെന്ന് കുട്ടി ശ്രദ്ധിച്ച് കേൾക്കണം. മേജർ അറ്റാക്ക് ആണെന്ന് ഞാൻ പറയാതെ മനസ്സിലായി കാണുമല്ലോ. ഇതിനു മുന്നേ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ക്രമാതീതമായി മിടിക്കുന്ന ഹൃദയമിടിപ്പോടെ വൈശു ഇല്ലെന്ന് തലയനക്കി. പെട്ടെന്നുണ്ടായ സാഹചര്യം ഞാൻ ചോദിക്കുന്നില്ല. മനസ്സിന് താങ്ങാവുന്നതിലപ്പുറം സ്ട്രെസ് അനുഭവപ്പെടുമ്പോഴാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വരാറുള്ളത്. അത് കേൾക്കവേ വൈശുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ് കുട്ടിയുടെ അമ്മ. ഈ അവസരത്തിൽ പറയാതിരിക്കാൻ വയ്യ. ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. ഒരു മേജർ സർജറി അതല്ലാതെ വേറൊരു വഴിയില്ല. കുട്ടി പേടിക്കണ്ട, ദൈവത്തോട് പ്രാർത്ഥിക്കൂ. പിന്നെ ഇവിടെ ഫീ അല്പം കൂടുതലാണ്. അത് മാനേജ് ചെയ്യാം. കാരണം വൈകുന്തോറും പേഷ്യന്റിന്റെ നില ഗുരുതരമായ അവസ്ഥയിലാകുന്നു. എത്രയും പെട്ടെന്ന് കുട്ടിയുടെ ഒരു സമ്മതപത്രം വേണം. ഞാൻ പറയുന്നത് കുട്ടിക്ക് മനസ്സിലായോ? കുട്ടി ഇപ്പൊ പൊക്കോളൂ. വൈശുവിന്റെ ശരീരം നുറുകുന്ന വേദന തോന്നി. ചങ്കു മുറുക്കി കെട്ടി വേദനിച്ചതും കരയാതിരിക്കാൻ അവ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് ഡോക്ടറെ നോക്കി തലയാട്ടി മറുപടി നൽകി അവിടുന്ന് എഴുന്നേറ്റു. എക്സ്ക്യൂസ് മീ, കുട്ടിയുടെ പേര്? എന്തോ ഓർത്ത പോലെ ഡോക്ടർ ആൽബി അത് ചോദിച്ചതും വൈശു തിരിഞ്ഞു ഡോക്ടറെ നോക്കി. വൈഷ്ണവി. വരുത്തി തീർത്ത ചിരിയിൽ അത് പറഞ്ഞുകൊണ്ട് അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. ഇതേ സമയം ആൽബി നേർത്ത് ചിരിയാലെ അവൾ പോകുന്നത് നോക്കി ഫോൺ എടുത്ത് ആർക്കോ ഡയൽ ചെയ്തു. നിന്റെ ആൾ എത്തിയിട്ടുണ്ട്. സമനില തെറ്റുന്ന പോലെ തോന്നിയ വൈശു ശരീരം തളർന്നു വീഴാതിരിക്കാൻ താങ്ങിനായി ചുവരിലായി പിടിച്ച് തല ചാരി വെച്ച് കണ്ണുകൾ മുറുക്കി അടച്ചു കരഞ്ഞു. ഹൃദയത്തിലാരോ കുത്തിക്കീറുന്ന വേദന തോന്നി അവൾക്ക്. 5 മിനിറ്റ് കഴിയവേ സിസ്റ്റർ അവളുടെ അടുത്തേക്ക് വന്നു. വൈഷ്ണവിയല്ലേ, ഈ മരുന്ന് വാങ്ങിക്കണം, കൂടി ബില്ലും അടയ്ക്കണം, പെട്ടെന്ന് വേണം. 2 ബില്ലുകൾ അവൾക്ക് നേരെ നീട്ടി അവരത് പറഞ്ഞു പോയതും വൈശു അതിലേക്ക് നോക്കി ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. കണ്ണു തുടച്ച് അവൾ വേഗം പുറത്തേക്ക് ഓടി. എല്ലാം കൂടി നുള്ളിപ്പറിക്കിയാൽ പോലും അമ്മയുടെ ഓപ്പറേഷന് തികയുമായിരുന്നില്ല. വൈശു കയ്യിലുണ്ടായിരുന്ന ഒരു നേരിയ സ്വർണ്ണവള കടയിൽ കൊണ്ടുപോയി വിറ്റു. അമ്മ ജോലിക്ക് പോയി വാങ്ങി തന്നതാണ്. 1 പവനോളമുണ്ട്. ഇപ്പോ അമ്മയ്ക്ക് വേണ്ടി അത് കൊടുക്കുകയല്ലാതെ അവൾക്ക് വേറെ വഴി ഉണ്ടായിരുന്നില്ല. അത് കൊടുത്ത് കിട്ടിയ ക്യാഷുമായി വൈശു പേപ്പർ എഴുതിയ മരുന്ന് അത്രയും വാങ്ങിച്ച് നേരെ വേഗം ക്യാഷ് കൗണ്ടറിലേക്ക് ഓടിപ്പോയി. ഒടുക്കം തിരക്കൊഴിഞ്ഞ് അവൾ കയ്യിലുള്ള ബില്ലും പണവും നീട്ടിയതും ആ പെൺകുട്ടി അതിലേക്ക് നോക്കിയ ശേഷം തന്നെ നോക്കി പറയുന്നത് കേട്ട് അവൾ സംശയത്തോടെ നിന്നു. ഇത് വൈഷ്ണവിയല്ലേ? ഈ ബില്ല് പേ ചെയ്യേണ്ടതില്ലല്ലോ. അതെന്താ? സംശയത്തോട് അവരെ ഉറ്റുനോക്കി വൈശു ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ബിൽ പേ ചെയ്യരുതെന്ന് പറഞ്ഞു, അത്ര എനിക്കറിയൂ. അതും പറഞ്ഞവർ അടുത്ത ആളുടെ ബിൽ പേ ചെയ്യാൻ തുടങ്ങിയതും വൈശു അവിടുന്ന് മാറി നിന്നു. കയ്യിലെ ബില്ലിലേക്കും പണത്തിലേക്കും നോക്കി നിമിഷങ്ങളോളം ചിന്തിച്ചു നിന്നു. ഓർത്തിട്ട് അവൾക്കൊരെത്തും പിടിയും കിട്ടിയില്ല. പെട്ടെന്ന് കയ്യിലുള്ള മരുന്നിന്റെ കാര്യം ഓർമ്മ വന്നതും ചിന്തകൾക്ക് കടിഞ്ഞാണിട്ട് വൈശു ഐസിയുവിന്റെ അടുത്തേക്ക് ഓടിയിരുന്നു.
മേലെടുത്ത ഹോസ്പിറ്റലിന്റെ മുന്നിലായി ഓട്ടോ വന്ന് നിന്നതിനോടൊപ്പം അപ്പു അതിൽ നിന്നിറങ്ങിയതും തിടുക്കത്തോടെ ഡ്രൈവർക്ക് ക്യാഷ് കൊടുത്തവൾ വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് ഓടി അവൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിലെത്തിയതും കണ്ടു കരഞ്ഞ് തളർന്ന് കണ്ണടച്ച് ചുവറിനോട് ചേർന്നിരിക്കുന്ന ചേച്ചിയെ. അപ്പു നിറഞ്ഞ കണ്ണാലെ ചേച്ചിന്ന് വിളിച്ച് വൈഷുവിന്റെ അടുത്തേക്ക് ഓടി അവളെ വാരിപ്പുണർന്ന് കരഞ്ഞു. വൈഷു ഒന്ന് ഞെട്ടിയെങ്കിലും അവളെ ചേർത്ത് പിടിച്ച ശേഷം പതിയെ അവളെ തന്നിൽ നിന്ന് മാറ്റി. ചേച്ചി എന്താ ഇവിടെ? അമ്മയ്ക്ക് എന്താ സംഭവിച്ചേ? വൈഷു മരുന്നുമായി ഓടിയെത്തിയപ്പോഴേക്കും അമ്മ സർജറിക്ക് വേണ്ടി കയറ്റിയിരുന്നു. പെട്ടെന്നൊരു നേഴ്സ് പുറത്തേക്ക് വന്ന് എന്തോ ഒന്ന് തിടുക്കപ്പെട്ട് ഒപ്പിട്ട് വാങ്ങിയതിനോടൊപ്പം കയ്യിലുള്ള മരുന്ന് വാങ്ങി തിരിച്ച് ഉള്ളിലേക്ക് കയറിപ്പോയതും വൈഷുവിന് പെട്ടെന്ന് അപ്പുവിനെ ഓർമ്മ വന്നു. ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ആരെയും കാണാതിരിക്കെ അവൾ ടെൻഷൻ അടിക്കുമെന്ന് ഓർത്തതും വൈഷു അവളുടെ കയ്യിലുള്ള ഫോണിലേക്ക് വിളിച്ചറിയിക്കുകയായിരുന്നു. അപ്പോൾ പേടിക്കാതിരിക്കാൻ ഫോണിലൂടെ അമ്മയ്ക്ക് ചെറിയ നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നു. ബാക്കി ഇവിടെ എത്തിയിട്ട് സാവധാനം പറയാമെന്ന് കരുതി. അപ്പു കണ്ണു നിറച്ചുകൊണ്ട് വൈഷുവിൽ നിന്ന് വിട്ടുമാറി. അത് ചോദിച്ചതും അവൾ ചുറ്റും തങ്ങളെ നോക്കുന്നവരിലേക്ക് കണ്ണുടിച്ച് അപ്പുവിനെ നോക്കി. ഒന്നുമില്ല അപ്പു, നീ ടെൻഷൻ ആവാതിരിക്കെ. അമ്മയ്ക്ക് ചെറിയൊരു ഓപ്പറേഷൻ, ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടെന്ന് നിനക്കറിയാവുന്നതല്ലേ? അതിനു വേണ്ടിയാ. അതിനിയും വെച്ച് നിന്നാ പറ്റില്ല മോളെ, നീ പേടിക്കേണ്ട. ഇപ്പൊ ഓപ്പറേഷന് കയറ്റിയിട്ടുണ്ട്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അവളുടെ മനസ്സിനെ വേദനിപ്പിക്കാത്ത വിധം വൈഷു ഒരുവിധം അത്രേ പറഞ്ഞൊപ്പിച്ചതും അപ്പു ആകെ തളർന്ന പോലെ അടുത്തുള്ള ചെയറിലേക്ക് ഊർന്നിരുന്നു പോയി. മുഖം പൊത്തി കരഞ്ഞുപോയി. അത് കാണവേ വൈഷുവിനും ആകെ സങ്കടം വന്നു. അവൾ അപ്പുവിനെ വിളിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് ഇരുന്നതും അപ്പു അവളുടെ നെഞ്ചിലേക്ക് ചാരി കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു. അത് കാണവേ വൈഷു വേദനയോടെ കണ്ണു നിറച്ച് അവളെ ചേർത്ത് പിടിച്ച് തളർന്നു പോകാതെ മനസ്സിനെ നിയന്ത്രിച്ചു നിന്നു. അമ്മയ്ക്ക് മൈനർ അറ്റാക്ക് വന്നതാണെന്ന് വൈഷു അപ്പുവിനോട് മനഃപൂർവ്വം പറയാതിരുന്നതാണ്. കാരണം അതറിഞ്ഞാൽ പിന്നീട് അവൾ ചോദിക്കുന്നത് അതുണ്ടാവാനുള്ള സാഹചര്യത്തെക്കുറിച്ചായിരിക്കും. കള്ളം പറഞ്ഞാലും അവൾക്കത് മനസ്സിലാകും. തൽക്കാലം രുദ്രൻ വന്നതോ പ്രശ്നമുണ്ടാക്കിയതോ ഒന്നും അവൾ അറിയാതിരിക്കുന്നത് നല്ലതെന്ന് വൈഷുവിന് തോന്നി. നീണ്ട 3 മണിക്കൂർ കഴിഞ്ഞതും പെട്ടെന്ന് ഡോർ തുറന്ന് നേരത്തെ സംസാരിച്ചിരുന്ന ഡോക്ടർ പുറത്തേക്ക് വന്നു. അത് കണ്ടതും വൈഷു അപ്പുവും എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് പോയി. ഡോണ്ട് വറി, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ഷീ ഈസ് ഫൈൻ നൗ. 1 മണിക്കൂർ കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റും, അപ്പൊ കാണാം. ഉള്ളിലെ ഭയവും പ്രതീക്ഷയും ഇടകലർന്ന അവരുടെ ഭാവം കണ്ടെന്ന പോലെ ഡോക്ടർ ആൽബിൻ നേരത്തെ ചിരിയാലെ അവരെ നോക്കി പറഞ്ഞതും ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അവർ. സന്തോഷത്താൽ നിറഞ്ഞ കണ്ണാൽ പരസ്പരം നോക്കി. അവരെ നോക്കവേ ഡോക്ടർ അവരെ നോക്കി ചിരിച്ച് നടന്നു പോയതും പെട്ടെന്നെന്തോ ഓർത്ത പോലെ വൈഷു ഡോക്ടറെ വിളിച്ചു. അപ്പു നോക്കുന്ന ശ്രദ്ധിക്കാതെ അവൾ ഡോക്ടറിന്റെ അടുത്തേക്ക് നടന്നു വന്നു. ഡോക്ടർ, ഞാൻ ഓപ്പറേഷന് വേണ്ടിയുള്ള പണം കൗണ്ടറിൽ അടച്ചിട്ടില്ല, ആ ബിൽ പേ ചെയ്തതെന്നൊക്കെയാ അവർ പറയുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ ഡോക്ടർ? വൈഷു ഉള്ളിലുള്ള സംശയം അതുപോലെ ഡോക്ടർ ആൽബിയെ നോക്കി ചോദിച്ചതും അയാളൊന്ന് പതറി. എന്തോ പറയാൻ വേണ്ടി ഒരുങ്ങിയതും പിന്നിൽ നിന്ന് നേഴ്സ് വിളിച്ചതും ഒരുമിച്ചായിരുന്നു. അത് കേൾക്കെ ആൽബിൻ വേഗത്തിൽ തിരിഞ്ഞ് അങ്ങോട്ട് പോയതും വൈഷു ഒരു നിമിഷം അയാൾ പോയ വഴിയെ നോക്കി ചിന്തിച്ചു നിന്നു. വൈഷ്ണവി! പിന്നിൽ നിന്ന് ഡോർ തുറന്ന് സിസ്റ്റർ വിളിച്ചതും വൈഷു തിരിഞ്ഞ് അങ്ങോട്ട് പോയി. പേഷ്യന്റിനെ ഉടുത്തുമാറാൻ ഡ്രസ് എന്തെങ്കിലും കയ്യിലുണ്ടോ? ഇല്ല സിസ്റ്റർ, കൊണ്ടുവരാം. എന്നാ പെട്ടെന്ന് വേണം. സിസ്റ്റർ അകത്തേക്ക് പോയതും വൈഷു അപ്പുവിനെ നോക്കി. അപ്പു, ഞാൻ വീട്ടിൽ പോയി അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. സിസ്റ്റർ വിളിച്ചാ നീ ഉണ്ടാകണം ഇവിടെ. അപ്പു അവളെ നോക്കി. ചേച്ചി ഒറ്റയ്ക്കോ? വാർഡിലേക്ക് മാറ്റാൻ ഇനി 1 മണിക്കൂറില്ലേ? ഞാനും കൂടി വരാം. ഹേയ് വേണ്ട, ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് ഓടി വന്ന ആരാ ഉള്ളത് അപ്പു? ഒരാൾ ഇവിടെ ഉണ്ടാവണം എപ്പോഴും. സമയം ആവുന്നതല്ലേ ഉള്ളൂ. ഞാൻ പോയി വേഗം വരാം കേട്ടോ. അപ്പുവിനോട് പറഞ്ഞവൾ ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോയി. ഇതേ സമയം മേലെടുത്ത് ഹോസ്പിറ്റലിന്റെ പാർക്കിങ്ങിന് മുന്നിലായി ഒരു ബ്ലാക്ക് ജിപ്സി വന്നു നിന്നു. ഡ്രൈവർ സീറ്റിൽ നിന്ന് സ്പെക്സ് വെച്ച് ചുവടെങ്കിൽ ചവച്ച് അലക്സും കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ജെറിയും ഇറങ്ങി നേരെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് വിട്ടു. അലക്സ് നേരെ ആൽബിൻ മാത്യു എന്ന് ബോർഡ് എഴുതിയ റൂമിലേക്ക് കയറിയതും അതുവരെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആൽബിൻ അവരെ കണ്ട് ചിരിച്ച് ഫോൺ കട്ട് ചെയ്ത് എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് പോയി കൈ വീശി അവന്റെ കൈയിലേക്ക് അടിച്ചുകൊണ്ട് അവനെ ഹഗ് ചെയ്ത് പിന്നെ ജെറിയെയും. ഡാ, നീ ഏതോ ഡീലിങ്ങിലാണെന്നല്ലേ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞേ? ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? അതോ? ആൽബിൻ അവനെ ഒന്ന് നോക്കി കണ്ണുറുക്കി നോക്കിയതും അലക്സ് അവനെ നോക്കി കണ്ണിറുക്കി കള്ളച്ചിരി ചിരിച്ചതും ആൽബിൻ അവന്റെ വയറിനിട്ട് ഒരു പഞ്ച് ചെയ്തു. ഇവിടെ കള്ള കാമുക, നിന്റെ ഇളക്കം കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ ഈ പോക്ക് ഇവിടെ ഒന്നും നിൽക്കത്തില്ലെന്ന്. നീ ആയതുകൊണ്ട് പറയാനൊക്കത്തില്ല. അതിന് ശ്വാസമെങ്കിലും വിടാൻ സമ്മതിക്കണേടാ. കണ്ടിട്ട് നിന്റെ ചിരി അത്ര പന്തിയില്ലല്ലോ മോൻ അലക്സേ. എന്താടാ വളഞ്ഞോ? ആൽബിൻ ജെറിയുടെ തോളിലൂടെ കൈയിട്ട് അലക്സിനെ നോക്കി കൗതുകത്തോടെ ചോദിച്ചതും ജെറി അവനെ നോക്കി.
ഇപ്പൊ വളയും. അവൾ ഇവനെ വളച്ച് തിരിച്ചൊടിച്ചു മടക്കും. അത് കണ്ട് ഞാൻ ചിരിച്ചു മരിക്കും. പോടാ. ആൽബി അവന്റെ തലക്കിട്ടൊരു കൊട്ട് കൊടുത്തതും അലക്സ് ചുറ്റും കണ്ണോടിച്ച് ആൽബിനെ നോക്കി കണ്ണുകൊണ്ട് എവിടെയാണെന്ന് ആക്ഷൻ ഇട്ടതും ആൽബി പുറത്തേക്ക് കാണിച്ചതും അവൻ അവരെ നോക്കി സ്പെക്സ് വെച്ച് പുറത്തേക്ക് പോയി. ആൽബി ജെറിയുടെ തോളിലൂടെ കൈയിട്ട് പുറത്തേക്ക് നടന്നു. അല്ല, നിനക്കാരെ വേണ്ടേ? ആൽബി ജെറിയെ നോക്കി ചോദിച്ചു. ഹോ, നീയെങ്കിലും ഒന്ന് ചോദിക്കാൻ തോന്നിയല്ലോ. കർത്താവിന് സ്തുതി. കൂടെ ഒരുത്തനുണ്ട്. പെണ്ണും വേണ്ട പെടക്കോഴി വേണ്ടത് പറഞ്ഞവനാ. ഇപ്പൊ കണ്ട പന്നി പോണത്. ലവന്റെ പാത പിന്തുടരാൻ നിന്ന ഞാൻ ആരായി? അത് തന്നെ. ജെറി ഉള്ളിലുള്ള വിഷമം മൊത്തം ആൽബി നോക്കി പറഞ്ഞ് മൂക്ക് ചീറ്റിയതും ആൽബി ചിരി പൊട്ടി വന്നെങ്കിലും അവനത് കൺട്രോൾ ചെയ്ത് അവന്റെ തോളിലൊന്ന് തട്ടി. സാരമില്ലടാ, നിനക്ക് വരുമ്പടാ ഒന്ന്. വരട്ടെ. ജെറിക്കുട്ടൻ വെയിറ്റിംഗ്. നിന്റെ അന്നമ്മ എന്നാ പറയുന്നു? ഹോ, എന്നാ പറയാന്, പതിവ് തെറു തന്നെ. പറഞ്ഞ് അവർ വാർഡിന് മുന്നിലെത്തിയിരുന്നു. വൈഷു വീട്ടിലെത്തിയപാടെ ഒന്ന് ഫ്രഷായി. രാവിലെ തൊട്ടുള്ള ഓട്ടമല്ലേ. അവൾ നന്നേ ക്ഷീണിച്ചിരുന്നു. കുളി കഴിഞ്ഞ് ധാവണി എടുത്തുകൊടുത്ത് അമ്മയ്ക്ക് വേണ്ട അത്യാവശ്യ തുണിയും മറ്റു സാധനങ്ങളും അവൾ ബാഗിലേക്ക് വെച്ചു. കൂടെ അപ്പുവിൻ്റെയും തൻ്റെയും കുറച്ച് തുണിയും വെച്ചു. ഡിസ്ചാർജ് ചെയ്യാൻ ഇനി 4-5 ദിവസം വേണ്ടി വരുമെന്നോർത്ത് അത്രയും ദിവസത്തേക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം മനസ്സിൽ കണ്ടവൾ ഒതുക്കി വെച്ചിരുന്നു. രാത്രി വേറെ ഭക്ഷണം വെറുതെ വാങ്ങണ്ടല്ലോ എന്ന് കരുതിയവൾ വീട്ടിലുണ്ടായിരുന്ന ബാക്കിയിരുന്ന ഭക്ഷണം പാത്രത്തിലേക്ക് വെച്ചു. വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതി ഒരുവിധം എല്ലാം എടുത്തെന്ന് ഉറപ്പുവരുത്തി വീട് പൂട്ടി വൈഷു ഒരു ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിലെത്തി ഓട്ടോ ചേട്ടന് ക്യാഷ് കൊടുത്തു വൈഷു കയ്യിലുള്ള സാധനങ്ങളുമായി ലിഫ്റ്റ് കയറി 3ാം നിലയിലെ വാർഡിലേക്ക് പോയി. വാർഡിലേക്ക് കയറിയതും ഒരു ബെഡിന്റെ അടുത്തായി അപ്പുവിനെ കണ്ട് വൈഷു അങ്ങോട്ടേക്ക് നടക്കവേ അവിടെ ബെഡിൽ കിടക്കുന്ന അമ്മയോട് എന്തോ സംസാരിച്ച് പുറംതിരിഞ്ഞു നിൽക്കുന്നവനെ കണ്ട് ഒന്ന് സംശയിച്ച് നെറ്റി തുളിച്ചു നോക്കി. അപ്പ തന്നെ അപ്പു തിരിഞ്ഞതും വൈഷുവിനെ കണ്ടവൾ ചേച്ചിന്ന് വിളിച്ചടുത്തേക്ക് വരവേ പുറംതിരിഞ്ഞാൾ അവളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതും അലക്സിനെ കണ്ട് വൈഷുവിന്റെ കാലിന്റെ അടിയിൽ ഒരു തരിപ്പ് കയറി വന്നു. കാതിൽ അവൻ അവസാനം പറഞ്ഞ വാക്കുച്ചത്തിൽ മുഴുങ്ങി കേട്ടതും ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങിയതും അപ്പു അവൾക്കടുത്തേക്ക് എത്തിയിരുന്നു. അപ്പു വന്ന് കയ്യിലുള്ള സാധനങ്ങൾ വാങ്ങി. ചേച്ചി എന്താ വൈകിയേ? ഞാൻ ഫോൺ വിളിക്കാനിരിക്കുകയായിരുന്നു. അലക്സ് അവളെ കണ്ട് സൈറ്റ് അടിച്ച് തിരിഞ്ഞതും ദേഷ്യത്താൽ അവനെ പല്ല് കടിച്ചു നോക്കി വൈഷു അപ്പുവിനെ നോക്കി. ഇവരപ്പോ വന്നു. അപ്പു മാത്രം കേൾക്കും വിധം അലക്സിനെ തുറച്ചു നോക്കി അവളത് ചോദിച്ചതും അപ്പു അലക്സിനെ നോക്കി. ഒരു 10 മിനിറ്റ് ആയി കാണും. മറ്റേ വാലും കൂടി ഉണ്ട്. പുറത്തു പോയതാ. ഇപ്പൊ വരും തുള്ളിക്കൊണ്ട്. ചേച്ചി വാ. ഒട്ടും കൂസലില്ലാതെ അപ്പു അത് പറഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് പോയി കൊണ്ടുവന്ന സാധനങ്ങൾ ഓരോന്നും ടേബിളിലേക്ക് വെച്ചു. വൈഷു അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പോലും മൈൻഡ് ചെയ്യാതെ അമ്മയുടെ അടുത്തേക്ക് ഇരുന്നു. അമ്മേ. നിറഞ്ഞ കണ്ണാലെ അവൾ വിളിച്ചതും അമ്മയുടെ കണ്ണും വല്ലാതെ നിറഞ്ഞു വന്നു. അവളുടെ കയ്യിലായി പിടിച്ചു. ഓടി തളർന്നില്ലേ എന്റെ കുട്ടി? ഈ അമ്മയെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിയോ മോളെ? വൈഷുവിന്റെ ചങ്കിൽ ആരോ മുറുക്കിയതുപോലെ വേദനിച്ചു. കണ്ണീരിനെ നിയന്ത്രിച്ചുകൊണ്ട് അവൾ തല താഴ്ത്തിയില്ലെന്ന് തലയാട്ടി നിറഞ്ഞ മിഴിയാലെ അമ്മയെ നോക്കി പറഞ്ഞു. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലമ്മേ. അമ്മ വൈഷുവിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്ന അലക്സിനെ നോക്കി വൈഷുവിലേക്ക് നോട്ടം തെറ്റിച്ചു. വൈഷു, നിന്റെ സാറിനെ കണ്ടില്ലേ കുട്ടി? എന്താ ഒന്നും മിണ്ടാത്തത്? അല്പശാസനയുടെ സ്വരത്തിൽ അമ്മ അത് ചോദിച്ചതും വൈഷു അതിന് താല്പര്യമില്ലാതെ അവനെ നോക്കി എന്തോ പറയാൻ ഒരുങ്ങവേ പെട്ടെന്നായിരുന്നു, ഹേയ്, ഇത്ര സാധനങ്ങളൊക്കെ ആയിട്ട് ഇതെങ്ങോട്ടാ? നിന്റെ അപ്പന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. 2 എടുക്കട്ടെ. മാറട്ടെ പെണ്ണെ മുന്നിൽ നിന്ന്. അവിടെ ഒരു വർത്തമാനം കൊണ്ട് വന്നിരിക്കുക. ശബ്ദം കേട്ടെടുത്തേക്ക് വാർഡിലുള്ള മുഴുവൻ ആളുകളുടെ കണ്ണുകൾ ഓടിയെത്തിയതും ആ കാഴ്ച കണ്ട് അലക്സ് ഒഴികെ ബാക്കി എല്ലാവരും കണ്ണുമിഴിച്ച് നോക്കി നിന്നുപോയി. ജെറിയുടെ തലയിൽ ഒരു വലിയ പെട്ടി. അത് നിറയെ ഫ്രൂട്ട്സും മറ്റ് ആവശ്യ സാധനങ്ങളും ഒക്കെയാണ്. ജെറി അത് കൊണ്ടുവന്ന് വെച്ച് നടുവിന് കൈവച്ച് നിവർന്ന് നിന്ന് അലക്സിനെ പല്ല് കടിച്ചു നോക്കി ദഹിപ്പിച്ചു. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? മനുഷ്യന്റെ നടു പോയി. നിന്നോട് കർത്താവ് ചോദിക്കുമെടാ, ഇതൊക്കെ എന്താ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇതൊക്കെ എന്താന്നാ ചോദിച്ചേ? വീണ്ടും അപ്പു ജെറിയെ നോക്കിക്കൊണ്ട്. തിന്നാൻ അത് ഞാൻ പറഞ്ഞു തരണോ? അത് കേട്ട് അപ്പുവിന് കാലിനടി തരിച്ചു കയറി വന്ന് ജെറിയുടെ നേർക്ക് പോയെങ്കിലും വൈഷു പിടിച്ചു നിർത്തി അലക്സിനെ ഉറ്റുനോക്കി. എന്താ ഇതൊക്കെ? എന്തിനെത്രയൊക്കെ സാധനം? പെട്ടിയിലേക്ക് ചൂണ്ടി അല്പം ദേഷ്യത്തോടെ അവൾ അത് ചോദിച്ചതും അലക്സ് അവളെ വല്ലാത്തൊരു നോട്ടം നോക്കിയതും വൈഷു അവന്റെ നോട്ടത്തിൽ പതറിപ്പോകുമോ എന്ന് പേടിച്ച് കണ്ണുകൾ പിൻവലിച്ച് പിടച്ചിലോടെ വേറെ എങ്ങോട്ടോ നോക്കി. എന്തിനാ മോൻ ഇതൊക്കെ? വേണ്ടതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. വെറുതെ ക്യാഷ് കളയണമായിരുന്നോ കുഞ്ഞ്? അലക്സിനെ നോക്കിയായിരുന്നു ചോദ്യം. അവനത് കേട്ടതും അവരെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അവർക്കടുത്തേക്ക് പോയി. വൈഷ്ണവി എന്റെ സ്റ്റാഫാണ്. സ്റ്റാഫിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയാ അതെന്നെ കൂടി ബാധിക്കത്തില്ലേ? അങ്ങനെ കരുതിയേച്ചാ മതി. ഇതൊക്കെ ഇപ്പൊ ആവശ്യത്തിന് കുറച്ച് സാധനങ്ങളാ. ഇനി എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി, എത്തിക്കോളും. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങുക.
അമ്മയെ നോക്കി ചെറിയ ചിരിയോടെ പറഞ്ഞവൻ വാലറ്റ് തുറന്ന് അതിൽ നിന്ന് 2000-ന്റെ 3 നോട്ടുകൾ എടുത്ത് അമ്മയുടെ കയ്യിലേക്ക് വെച്ച് മടക്കിയതും അമ്മ അത് വാങ്ങാതെ അയ്യോ കുഞ്ഞെ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവനത് കേൾക്കാതെ കൈക്കുള്ളിലേക്ക് വെച്ചതും നിറഞ്ഞ കണ്ണാലെ അവരവനെ നോക്കി കണ്ണു തുടച്ചു. അലക്സ് അവരിൽ നിന്ന് തിരിഞ്ഞതും അവനെ തന്നെ തുറച്ചു നോക്കുന്ന വൈഷുവിനെ കണ്ട് അവൻ അവളുടെ ചെവിക്കടുത്തേക്ക് മുഖം അടുപ്പിച്ചു. കൺട്രോൾ ചെയ്ത് നിൽക്കുക, ഞാൻ ഇങ്ങനെ നോക്കി ദഹിപ്പിച്ച ഇത് വാർഡാണെന്ന് ഞാൻ നോക്കത്തില്ല, കടിച്ചു പൊട്ടിക്കും അലക്സ് അല്ല. വൈഷു ഷോക്ക് അടിച്ച പോലെ വിറങ്ങലിച്ച് നിന്നുപോയി. എന്താ അവൻ പറഞ്ഞതെന്ന് ഒരു തവണ കൂടി റിവൈൻഡ് ചെയ്തതും ശരീരത്തിലൂടെ ഒരു തരിപ്പ് പടർന്നു കയറുന്നത് അവൾ അറിഞ്ഞു. ഇതേ സമയം കൊണ്ടുവന്ന ആപ്പിളിൽ നിന്ന് ഒരെണ്ണം കടിച്ചു തിന്നുകൊണ്ട് കൈകെട്ടി തന്നെ ദഹിപ്പിച്ചു നോക്കുന്ന അപ്പുവിനെ നോക്കി തിരിച്ച് 10 ഇരട്ടി പുച്ഛം വാരി വിതറുകയാണ് ജെറി. അലക്സ് അവനെ നോക്കി വാടാ പറഞ്ഞതും ജെറി അപ്പോ അമ്മയെ നോക്കി ചിരിച്ചു. പോയി വരാം പറഞ്ഞ് അപ്പുവിനെ തുറച്ചു നോക്കി കടിച്ച ആപ്പിൾ അവളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു.